നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 25 ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബത്തിലും ബന്ധുജനങ്ങൾക്കിടയിലും കടുത്ത കലഹത്തിന് സാധ്യതയുണ്ട്. അനാവശ്യവും ധാർമ്മികമല്ലാത്തതുമായ ബന്ധങ്ങൾ മൂലം വലിയ മാനഹാനിയും ധനനാശവും ഇന്ന് സംഭവിക്കാം. ശരീര സുഖക്കുറവ് അനുഭവപ്പെടുകയും ഉഷ്ണരോഗങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്. സന്താനക്ലേശം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയം, ഉന്നത സ്ഥാനപ്രാപ്തി, സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ, സമൂഹത്തിൽ കീർത്തി എന്നിവ ഇന്ന് ലഭിക്കും. കുടുംബത്തിൽ നടക്കുന്ന മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുവാൻ അവസരം ലഭിക്കുന്ന തികച്ചും അനുകൂലമായ ഒരു ദിനമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശനിയുടെ സ്വാധീനത്താൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ വലിയ ആദരവും പിന്തുണയും ഇന്ന് ലഭിക്കും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും പുതിയ പദവിയും ലഭിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ ഇടവരുന്ന അനുകൂലമായ ഒരു ദിനമാണെന്ന്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. തൊഴിൽപരമായും കുടുംബപരമായും ഇന്ന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ആരോഗ്യക്കുറവോ അനുഭവപ്പെടും. കോടതി കേസുകൾ പോലെയുള്ള നിയമപരമായ കാര്യങ്ങളിൽ പരാജയം, ശത്രുശല്യം എന്നിവ വർദ്ധിക്കാതിരിക്കാൻ കർശന ജാഗ്രത പുലർത്തുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽപരമായ സമ്മർദ്ദം വലിയ രീതിയിൽ വർദ്ധിച്ചേക്കാം. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ദാമ്പത്യത്തിൽ അനൈക്യവും വരാൻ സാധ്യതയുണ്ട്. ഉദരരോഗങ്ങളുള്ളവർ ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. ദമ്പതികൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ വലിയ ധനലാഭത്തിനും ഇന്ന് തികഞ്ഞ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷഫലങ്ങളും ചതിയും പ്രതീക്ഷിക്കേണ്ടി വരും. ശനിദോഷത്താൽ ത്വക്ക് രോഗമുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വ്യവഹാര പരാജയവും വരുമാന കുറവും ഉണ്ടാകാതിരിക്കാൻ കാര്യങ്ങളിൽ തീരുമാനിക്കുന്നതിൽ ഉറച്ചു നിൽക്കുവാനും ശ്രമിക്കുന്നത് ഉചിതമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈശ്വരാധീനം വർദ്ധിക്കുകയും നിങ്ങൾ പറയുന്ന വാക്കുകൾ വലിയ ശക്തി ലഭിക്കുകയും ചെയ്യുന്ന നല്ല സമയമാണെന്ന്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പദവിയിൽ ഉയർച്ചയും ശത്രുക്കളുടെ മേൽ തിളക്കമാർന്ന വിജയവും ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വലിയ വാഹനാപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർവ്വം രക്ഷപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു. ഹൃദ്രോഗം, നേത്രരോഗം എന്നിവയുള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് ഉചിതമാണ്. അനാവശ്യമായ കോപം ജീവിതത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ദ്രവ്യനാശത്തിനും മാനഹാനിക്കും കാരണമാവുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. രാശിനാഥനായ ശനിയുടെ അനുഗ്രഹത്താൽ പിണങ്ങിയിരുന്ന ബന്ധുജനങ്ങളുമായി രമ്യതയിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളിൽ ബുദ്ധിക്കും വിദ്യാവിജയത്തിനും യോഗമുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മുൻപ് കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കുവാനും പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നുചേരുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധം ഊഷ്മളമാവുകയും അവരുമായി വളരെ സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തലവേദന, ത്വക്ക് രോഗങ്ങൾ എന്നിവയുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക. വ്യവഹാര പരാജയം, ശത്രുഭയം എന്നിവ ഉണ്ടാകുവാൻ വലിയ സാധ്യതയുണ്ട്. നന്മ കരുതി അന്യരെ സഹായിച്ചാൽ പോലും ഇന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212.